ഈ വീട് വിൽക്കാനുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. ഇത് വിറ്റുപോയി. പൊയ്ക്കോ. ക്യാഷ് എല്ലാം റെഡിയാണല്ലോ. എഗ്രിമെന്റ് എല്ലാം സൂക്ഷിച്ച് വായിച്ചു നോക്ക്. സത്യം എന്ന് പറയുന്നത് നിങ്ങളാണോ സാർ? അല്ലടാ, ഈ വീട് ഇങ്ങനെ വെറുതെ കാലിയായി കിടക്കുന്നത് കണ്ടപ്പം 2 രൂപയ്ക്ക് 2 രൂപയ്ക്ക് 2 എന്ന് പറഞ്ഞ് നിനക്ക് തരാമെന്ന് വിചാരിച്ചു. എന്തിനാ സാർ ഇങ്ങനെ കോപിക്കുന്നത്? നിങ്ങളുടെ മുഖം നോക്കിയാൽ ആർക്കാ ദേഷ്യപ്പെടാൻ തോന്നുക? ചെറിയ പിള്ളേരുടെ ഫേസ് അല്ലേ സാറിന്? എന്തിനാണ് ഇങ്ങനെ ബഹളം വയ്ക്കുന്നത്? എന്താ എനിക്ക് വേണ്ടേ? സർ, സത്യയുടെ ഫ്രണ്ടാ ഞാൻ. ഇവന് വരാൻ കണ്ട ഒരു സമയം. ഞാൻ സത്യമല്ലെന്ന് അകത്തിരിക്കുന്നവൻ അറിഞ്ഞാൽ അവൻ എന്റെ ചീട്ട് കീറും. സത്യം ഇവനോട് പറഞ്ഞാൽ ഇവനും എന്റെ ചീട്ട് കീറും. അത് നിങ്ങളുടെ ഫ്രണ്ടല്ലേ സാർ? അതിന് തനിക്കെന്ത് വേണം? ഞങ്ങൾ ഫ്രണ്ട്സ് തന്നെയാ. ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങൾ കാണും. നിനക്കെന്താ? നീ പോയിട്ട് പിന്നെ വാ. ശരി എന്നാ. വരുമ്പോ ക്യാഷ് എടുക്കാൻ മറക്കണ്ട. ഓ, നീ കയറി വാ. നിന്റെ പേരെന്താ? റാം. ഞാൻ ആരാണെന്നറിയോ? സത്യയുടെ അമ്മാവനാ. ചെറുപ്പം തൊട്ടേ അവൻ എൻ്റെ അടുത്ത് നിന്നാ പഠിച്ചത്. ഹലോ, ഞാനെന്ന് വെച്ചാ അവന് ഇതാ. അതൊക്കെ പോട്ടെ. സത്യയുടെ ഫ്രണ്ടാണെന്ന് കരുതി എന്നോട് കൂടി ഒന്ന് ചോദിച്ചിട്ട് വേണ്ട വരാൻ. ഓക്കെ, ഒരുങ്ങിക്കിട്ട് വന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. നിനക്ക് 2 days സമയം തരുന്നു. അതിനുള്ളിൽ ഇവിടം വിട്ട് എവിടേക്കെങ്കിലും പോയിക്കൊള്ളണം. ഹലോ, അങ്ങോട്ടല്ല, ആ മൂലക്കെങ്ങാനും പോയി കിടന്നു. ഇവനെന്താ അലമാരി കയറി കിടന്നു? ഇവിടെ ഇങ്ങനൊരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ വീടിന് ഒരു 2 ലക്ഷം കൂടി കൂട്ടിച്ചോദിക്കായിരുന്നു. കഷ്ടം മോനെ. സത്യ ഈ സീക്രട്ടത്തിനോട് എപ്പോ പറഞ്ഞടാ? കള്ളൻ. എന്നെ പോലെ ഒന്നും ഒളിച്ചു വയ്ക്കാനുള്ള കഴിവാവില്ല. ആട്ടെ, എന്താ നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ എൻട്രൻസ് എഴുതാനോ? 4 പേരെ കൊല്ലാൻ വേണ്ടിട്ടാ. അവളെ കണ്ടുപിടിക്കാൻ പറ്റില്ല അണ്ണാ. ഇതാണോടാ വീരുഭായോട് പറയാൻ പോകുന്നത്? അമ്മച്ചാണല്ലേ? ആണോടാ? പോയി നോക്കടാ. അവൻ എന്നെ കണ്ട പ്രശ്നമാവും. എന്നെ രക്ഷിക്കണേ പ്ലീസ്. ആ വീരുബായുടെ ആൾക്കാരെന്തിനാ നിന്റെ പുറകെ നടക്കുന്നത്? എന്നെ കണ്ടാൽ അറിയില്ലേ എന്ത് ഗ്ലാമർ എന്നെ കാണാൻ. ഓ, ഒരു ദിവസം അവനെ കണ്ടപ്പോ എനിക്ക് സുന്ദരനായിട്ട് തോന്നി. What a body, sir. Nice, fantastic. ഒരു ഫോട്ടോ എടുത്തോട്ടെ പ്ലീസ്. അതെ, ഒരു ഫോട്ടോ എടുക്കോ. താങ്ക് യു. ദേവാ, എനിക്ക് അവളെ വേണം. അപ്പൊ തൊട്ട് എന്റെ കഷ്ടകാലവും തുടങ്ങി. അവൻ എന്റെ പുറകെ കൂടിയ പിന്നെ എന്നെ സൈറ്റ് അടിച്ചോണ്ട് നടന്ന ബോയ്സ് അത്രയും
എന്നെ മൈൻഡ് ചെയ്യാതെ നടക്കാൻ തുടങ്ങി. മിനിഞ്ഞാന്നൊരു ദിവസം വീട്ടിൽ വന്ന് അമ്മയും അച്ഛനെ അവൻ ഭീഷണിപ്പെടുത്തി. എനിവേ എന്നെ സേവ് ചെയ്തേന് താങ്ക്സ്. ഇനി അവൻ വീണ്ടും വന്നാലോ? വന്നാൽ എന്ത് ചെയ്യാനാ? വന്നോട്ടെ, എനിക്കറിയില്ല. ഇങ്ങനെ പിടികൊടുക്കാതെ നടക്കേണ്ടി വരും. ഇനി അവൻ വന്ന നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അതിനെനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ലല്ലോ. ഒരാളുണ്ടല്ലോ. ബോയ് ഫ്രണ്ടിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നറിയോ? ബട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ എവിടെ വെച്ച് കണ്ടാലും ആ ബാച്ച് എന്നെ വെറുതെ വിടാൻ തോന്നില്ല. എനിക്ക് വേണ്ടത് ഹസൻ.